നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിൽ നിന്നുള്ള കുറുവാ സംഘങ്ങൾ മലയാളികളുടെ ഉറക്കം കെടുത്തുകയാണ്. ആലപ്പുഴയ്ക്ക് പിന്നാലെ എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിലും കുറുവാ സംഘം എത്തിയതായി സംശയം. മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വടക്കേക്കരയിലെ 6 വീടുകളിൽ മോഷണശ്രമം നടന്നുവെന്നാണ് കണ്ടെത്തൽ. എന്നാൽ വീടുകളിൽ നിന്ന് സാധനങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. വടക്കേക്കര പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുറുവാ സംഘമാണ് മോഷണശ്രമത്തിന് പിന്നിലെന്നാണ് നാട്ടുകാരുടെ സംശയം. എന്നാൽ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോളും ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനും ചേരുന്നുണ്ട്. ആദ്യം ഡാനിയിലേക്കാണ്. ഡാനി, കഴിഞ്ഞ 2 ആഴ്ചയായി ആലപ്പുഴ ജില്ല വലിയ ഭീതിയിലായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ കുറുവാ സംഘങ്ങൾ പല ദിവസങ്ങളായി എത്തിയെന്ന് കണ്ടെത്തിയിരുന്നു. ഒരു വീട്ടിൽ നിന്ന് 3 പവനോളം സ്വർണം അപഹരിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇവിടെ വടക്കം പറവൂരിലും ഇതേ സംഘം തന്നെയാണ് എത്തിയതെന്നാണോ സംശയിക്കുന്നത്? പോലീസ് ഇത് കുറുവാ സംഘമെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ? ടോം, ഇക്കാര്യത്തിൽ പോലീസ് ഒരു ഔദ്യോഗികമായൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് കടന്നിട്ടില്ല. കാരണം ഇനി കുറച്ചുകൂടി പരിശോധനകൾ ഇക്കാര്യത്തിലുണ്ട് എന്ന് പോലീസ് പറയുന്നു. പ്രത്യേകിച്ച് മറ്റ് CCTV ദൃശ്യങ്ങൾ അടക്കം ശേഖരിക്കാൻ കഴിയുമോ എന്ന് നോക്കുകയാണ്. ഇതിപ്പോൾ പറവൂരിൽ തൂയ്ത്തറ എന്ന് പറയുന്ന പാലത്തിന് സമീപമുള്ള ഒരു പ്രദേശത്തെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ സമീപത്തെ ഏതാണ്ട് 6ഓളം വീടുകളിൽ ഈ മോഷണശ്രമം നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നുള്ളൊരു പരിശോധനകളിലാണ് ഇത്തരം കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നത്. എവിടെ നിന്നും ഒരു അതിക്രമമോ മോഷണമോ നടന്നതായിട്ട് വിവരങ്ങളൊന്നുമില്ല. എന്നാലും പല വീടുകളുടെയും പിൻവാതിലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അത് തകർക്കാനുള്ള ശ്രമം നടന്നിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടക്കുകയും അവരുടെ ഈ കുറുവാ സംഘം എന്ന് പറയുന്ന മോഷ്ടാക്കളുടെ അവരുടെ ഒരു പ്രവർത്തന രീതി ഏതാണ്ട് ഇതേ ശൈലിയിൽ തന്നെയാണെന്നാണ് പോലീസ് പറയുന്നത്. പിൻവാതിൽ തകർത്ത് അകത്തേക്ക് കയറുക, അല്ലെങ്കിൽ പുറത്തെന്തെങ്കിലും ബഹളമുണ്ടാക്കി വീട്ടുകാരെ കൊണ്ട് തന്നെ വാതിൽ തുറപ്പിക്കുക, അതേസമയം അകത്ത് കിടക്കുക, അങ്ങനെ പല രീതികളും ഇവർ മോഷണത്തിനായി അവലംബിക്കുന്നുണ്ട്. ഒപ്പം ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇവർ ഇതിൻ്റെ അകത്തേക്ക് വീടിനകത്തേക്ക് വീടിൻ്റെ പരിസരത്തേക്കെല്ലാം തന്നെ എത്തുന്നത്, മോഷണത്തിന് വേണ്ടി എത്തുന്നത്, അവരുടെ ദേഹത്ത് ഈ എണ്ണയും കരിയെല്ലാം തന്നെ പുരട്ടി മുഖം മറച്ച് ഈ രീതിയിൽ കടന്നു വരുന്നത് ഇവരൊരു സ്ഥിരം ശൈലി എന്ന രീതിയിൽ തന്നെയാണ്. ഒപ്പം ഒരു 3 പേരോ 4 പേരോ അടങ്ങുന്ന ചെറു സംഘങ്ങളായിരിക്കും എപ്പോഴും ഇവർ മോഷണത്തിന് ഒരുമിച്ച് എത്തുകയും ചെയ്യുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് പോലീസ് പൊതുവിൽ ഇവർ ഒരു കുറുവാ സംഘം എന്ന് നാട്ടുകാർ സംശയിക്കുന്നു. പോലീസ് പക്ഷേ ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് പോലീസ് വന്നിട്ടില്ല. കുറച്ചുകൂടി പരിശോധനകൾ മറ്റിടങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള മോഷണ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ, വേറെയും സംഘങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് പരിശോധനകൾ പൂർത്തിയാക്കുകയാണ്. എങ്കിലും ആലപ്പുഴയിൽ നിന്ന് ലഭിച്ച ആ ദൃശ്യങ്ങൾ, ഒപ്പം ഇവരൊരു ശൈലി, ഇതെല്ലാമാണ് പോലീസിനെയും ഈ വഴിക്ക് നീങ്ങാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇതേ ഒരു ശൈലിയിലേക്ക് വന്ന് മോഷണത്തിന് വേണ്ടി ഇറങ്ങുന്നതോ അത്തരമൊരു സംശയവും പോലീസിന് ഇല്ലാതില്ല. എന്തായാലും ഇത് സംബന്ധിച്ച് വിശദമായ പരിശോധനകളിലേക്ക് നീങ്ങുന്നുണ്ട്. റൂറൽ SP അടക്കം കൊലപ്പെടുത്താൻ പോലും മടി കാണിക്കില്ല. ഇതാണ് ഈ കുറുവാ സംഘങ്ങളുടെ രീതി എന്ന് പൊതുവെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ പക്ഷേ ഒന്നും സാധനങ്ങളൊന്നും വീടുകളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പോലീസ് ഉറപ്പിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇത് കുറുവാ സംഘങ്ങളുടെ, ഡാനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഇത് കുറുവാ സംഘങ്ങളുടെ സമാനമായൊരു ശൈലിയാണ് ഈ മോഷ്ടാക്കൾ അവലംബിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് കുറുവാ സംഘമെന്ന് സംശയിക്കുന്നത്. പക്ഷെ ഇവിടെ മോഷണത്തിന് ശ്രമം നടത്തി, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ കുറുവാ സംഘമാണെങ്കിൽ അവർ മോഷ്ടിക്കാൻ എത്തിയതാണെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും അപഹരിക്കേണ്ടതില്ലേ? ടോം, അത്തരം ഒരു മോഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയില്ല എന്നതാണ്. കാരണം ഈ സമീപവാസികൾ പലരും ഉണരുകയും ഒരേ സമയം തന്നെ പലയിടങ്ങളിലേക്ക് ഇവരെ ഒരു വീടുകളുടെ പിൻവാതിലിൽ തറക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടക്കുകയും ഈ ബഹളം കേട്ട പല വീടുകളിലും ആളുകൾ ഉണരുകയും ലൈറ്റ് തെളിയുകയും എല്ലാം ചെയ്തൊരു സാഹചര്യത്തിലാണ് ഇവർ മോഷണശ്രമം ഉപേക്ഷിച്ചത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ചുറ്റുപാടും ഈ ഒന്ന് കഴിഞ്ഞ് അടുത്ത വീടുകളിലേക്ക് പോകുന്ന രീതിയായിരുന്നു. അതുകൊണ്ട് തന്നെയും വളരെ പെട്ടെന്ന് കൂടുതൽ ആളുകൾ ഇതിൽ എഴുന്നേൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നതുകൊണ്ട്
അത്ര പന്തിയല്ല കാര്യങ്ങളെന്ന് മനസ്സിലായതുകൊണ്ട് അവർ അവിടെ നിന്ന് വിടുകയായിരിക്കാം എന്നാണ് പോലീസും അനുമാനിക്കുകയും ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഇവർ ബഹളമുണ്ടാക്കി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടുകാർക്ക് പുറത്തേക്ക് വരാൻ കഴിയുന്ന അവരെ ഉണർത്താൻ കഴിയുന്ന രീതിയിലായിരിക്കും അവരൊരു പ്രവർത്തനങ്ങൾ ഉണ്ടാകുക. പക്ഷേ ഇത് തൊട്ടടുത്ത വീടുകളിലും എല്ലാം തന്നെയും ഇത് വളരെ പെട്ടെന്ന് ഇവർ കടന്നു ചെല്ലുന്നതായിരുന്നു. അതുകൊണ്ട് കൂടുതൽ പേർ ഉണരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നതുകൊണ്ട് ഉപേക്ഷിച്ചതാകാം. അല്ലെങ്കിൽ അവർ വിചാരിച്ചതുപോലെ ഈ വീട് പൂട്ട് തകർത്തേക്ക് കയറാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യം ഇതെല്ലാം തന്നെയുണ്ട്. ഒപ്പം ഈ പലയിടങ്ങളിലും ഈ വളർത്തുനായ്ക്കളെല്ലാം തന്നെയുണ്ട്. അതിൻ്റെ കുരകേട്ടും എല്ലാം തന്നെയും കൂടുതൽ പേര് ഇത് ഉണരുന്നു. അതുകൊണ്ട് ഈ സാഹചര്യം ഉപേക്ഷിച്ചതാകാം എന്ന് തന്നെയാണ് ഒരു പ്രാഥമികമായ ഒരു നിഗമനം. പരിസരവാസികളും അത് തന്നെ പറയുന്നു. പോലീസും ഏറെക്കുറെ അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും ജാഗ്രതയോടുകൂടി തുടർന്ന് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ്. കാരണം ഈ കുറുവാ സംഘത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ആക്രമിക്കുക, കീഴ്പ്പെടുത്തുക, അപഹരിക്കുക എന്ന രീതിയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കുറച്ചു പേര് ഉണർന്നാൽ ഒരുപക്ഷെ അതിൽ കൂടുതൽ സ്ത്രീകളാണെങ്കിൽ അവരുടെ മാല പൊട്ടിക്കുക അത്തരം കാര്യങ്ങളാണ് ചെയ്യുന്നത്. അവരാക്രമിക്കുക എന്നതാണ് ചെയ്യുന്നത്. പോലീസിൻ്റെ ഒരു സംശയവും ആ ഭാഗത്ത് തന്നെയാണ് ഉള്ളത്. കാരണം ഒന്നോ രണ്ടോ വീടുകൾ അവർ ഉണർത്തി അകത്തേക്ക് കയറുക എന്നതാണ് അവരുടെ ശൈലിയെങ്കിൽ ചില ലൈറ്റ് തെളിയിച്ചപ്പോൾ മാത്രം മാറി ഇരുന്നുകൊണ്ട് അവിടെ നിന്ന് രംഗം വിടുന്ന ഒരു കാഴ്ച കണ്ടത്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് പോലീസ് ഇത് കുറുവാ സംഘം തന്നെയാണോ എന്ന കാര്യത്തിലൊരു സ്ഥിരീകരണത്തിലേക്കടക്കം നീങ്ങണം എന്നത് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും മോഷ്ടാക്കൾ ഈ ഭാഗത്ത് തന്നെയുണ്ട് എന്ന് പോലീസ് പറയുന്നു. ഇത് ഏത് സംഘം എന്നത് തന്നെയായാലും ഏത് സംഘമായാലും അത് ഭീഷണി തന്നെയാണ്. അതുകൊണ്ട് പോലീസ് കൂടുതൽ ജാഗ്രതയോടുകൂടി വരും മണിക്കൂറുകളിൽ ഇടപെടും. തീർച്ചയായും ഡാനി തുടരുക. വലിയ ആശങ്കയിലാണ് വടക്കൻ പറവൂരിലെ ജനങ്ങൾ. ആലപ്പുഴയിലേക്ക് കൂടി ഒന്ന് പോണം. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ആലപ്പുഴയില് ആദ്യത്തെ മോഷണം നടന്നിട്ട് 2 ആഴ്ച പിന്നിടുന്നു. കഴിഞ്ഞ ദിവസമാണ്, അതായത് 2-3 ദിവസങ്ങൾക്ക് മുൻപാണ് രണ്ടാമത്തെ മോഷണം നടക്കുന്നത്. അവിടെ എത്തിയ അന്ന് ഈ ആലപ്പുഴയിൽ നിന്ന് ശരണ്യ നേരത്തെ പുറത്തുവിട്ട ആ CCTV ദൃശ്യങ്ങളും പറവൂരിലെ ദൃശ്യങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ രണ്ടും ഒരേ സംഘം തന്നെയാണ് ഈ മോഷണ ശ്രമത്തിന് പിന്നിലെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പോലീസ് എന്താണ് പറയുന്നത്? ഇത് കുറുവാ സംഘമെന്ന് ആലപ്പുഴ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ? കാരണം ഇത്രയും ദിവസം കഴിഞ്ഞു, പ്രതികളിലേക്ക് എത്താൻ, മോഷ്ടാക്കളിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലല്ലോ. ടോമ, ഈ കുറുവാ സംഘത്തിന്റെ ഒരു പ്രത്യേകത അങ്ങനെ തന്നെയാണ്. അതായത് പോലീസിന് ഇവരെ പിടിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ദൗത്യമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത് 1 വർഷം മുമ്പ് ഇതിന് സമാനമായ ഒരു മോഷണ പരമ്പര ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു. അതായത് ആലപ്പുഴ അരൂർ മുതൽ ഇങ്ങ് പുന്നപ്ര വരെയുള്ള സ്ഥലങ്ങളിലാണ് തുടർച്ചയായി മോഷണം നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അന്ന് ഏകദേശം 19ഓളം കേസുകൾ ആലപ്പുഴയിൽ രജിസ്റ്റർ ചെയ്തു. ഈ മുഹമ്മ അടക്കമുള്ള ഇടങ്ങൾ, മണ്ണഞ്ചേരി അടക്കമുള്ള മേഖലകളിലായിരുന്നു തുടരെ മോഷണം ഉണ്ടായിരുന്നത്. പക്ഷെ ആ കേസുകളിലൊന്നും തന്നെ പ്രതികളെ കണ്ടെത്താൻ പോലീസിനായില്ല എന്നുള്ളതാണ്. അതായത് കുറുവാ സംഘത്തെ സംബന്ധിച്ച് ഇവരെ പിടിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമാണ് എന്നുള്ളതാണ് ഇതുവരെ കേരള പോലീസിനുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർ നമ്മളോട് പങ്കുവെക്കുന്നത്. മറ്റൊന്ന്, ഇവര് ഈ ആലപ്പുഴയിൽ ഒക്ടോബർ 30-നാണ് ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത്. ഒക്ടോബർ 30-ന് നേതാജിയിലാണ് ആദ്യമായി ഒരു സ്ത്രീയുടെ വീടിന്റെ പിൻഭാഗത്തെ വാതിൽ കുത്തി തുറന്ന്, അടുക്കള ഭാഗത്തെ വാതിലാണ് ഇവർ കുത്തി തുറക്കുന്നത്. ആ പിൻവാതിൽ കുത്തി തുറന്നായിരുന്നു മോഷണ ശ്രമം നടന്നത്. അതിനുശേഷം പിന്നീട് മണ്ണഞ്ചേരിയിൽ നിന്ന് 3 പവൻ കവർന്നു. തൂക്കുകുളത്ത് നിന്ന്, അവിടെ നിന്ന് മണ്ണഞ്ചേരിയിൽ നിന്ന് മാറി നഗരത്തിന്റെ മറ്റ് സൗത്ത് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ തൂക്കുകുളത്ത് നിന്നും 3 മനോഹരൻ നാളുടെ വീട്ടിലെ 3 പവൻ മാല കവരുകയും ചെയ്തു. ഇങ്ങനെ ഏകദേശം 6-7ഓളം കേസുകളാണ് ഇപ്പോൾ കുറുവാ സംഘവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിനിടയിൽ തന്നെ ജനങ്ങൾ പലയിടങ്ങളിൽ ടോർച്ച് അടിച്ച് വെട്ടം തെളിക്കുന്നതായി, വീടിനകത്ത് വെട്ടം തെളിക്കുന്നതായി കണ്ടിട്ടുണ്ട്. ഒപ്പം തന്നെ പല രീതിയിൽ ആളുകൾ മതിൽ ചാടി കടക്കുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള ഇൻഫർമേഷൻസ് പോലീസിന് കിട്ടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ണഞ്ചേരിയിൽ നടന്ന മോഷണം, അതിനുശേഷം നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കോമളപുരത്ത് നടന്ന മോഷണം, ഈ മോഷണങ്ങളുമായി പറവൂരിൽ നടന്ന കേസിന്, പറവൂരിൽ നടന്ന മോഷണത്തിന് ബന്ധമുണ്ടോ, കുറുവാ സംഘമല്ല എന്നുള്ളൊരു അനൌദ്യോഗിക സ്ഥിരീകരണമൊക്കെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ കുറുവാ സംഘം അല്ലെങ്കിൽ മറ്റാരെ എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അത്തരമൊരു ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ജനങ്ങൾ ഭയങ്കര ആശങ്കയിലാണ് എന്നുള്ളത് തന്നെയാണ്. മണ്ണഞ്ചേരി ആണെങ്കിലും ആലപ്പുഴയിലെ വിവിധ ഭാഗങ്ങളാണെങ്കിലും കരിയിലക്കുളങ്ങരയിൽ ഇവരുടെ സാന്നിധ്യം കണ്ടുവെന്ന് പോലീസ് പറയുന്നുണ്ട്. അതാകുമ്പോൾ നോക്കുമ്പോൾ ആലപ്പുഴയിൽ നിന്ന് കിലോമീറ്ററുകൾ ദൂരെ ഹരിപ്പാടിനും അടുത്താണ് ഹരിപ്പാട് കഴിഞ്ഞാണ് ഈ കരിയിലക്കുളങ്ങര.
അവിടെ വരെ ഈ സാന്നിധ്യം ഇവരുടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ രണ്ടംഗ സംഘത്തെ തന്നെയാണ് എല്ലായിടത്തും കാണുന്നത്. കഴിഞ്ഞ ദിവസം ബിബിൻ എന്ന് പറഞ്ഞ വ്യക്തി മതിൽ ചാടിക്കടന്ന ഒരാളെ പിടിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അയാൾ പറയുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് ശരീരം മുഴുവൻ നല്ല വഴുക്കലുള്ള ഒരു ദ്രാവകം പുരട്ടിയിരുന്നു, എണ്ണമയമുള്ള ഒരു ദ്രാവകം പുരട്ടിയിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ആ എണ്ണമയമുള്ള ഇയാൾ പിടിച്ചു, മൂക്കിലിടിക്കുകയും ചെയ്തു. എന്നിട്ട് 8 അടിയോളം പൊക്കമുള്ള മതിൽ ചാടി കടന്നു പോയെന്നാണ്. അങ്ങനെ ബിബിൻ ഇപ്പോ ഈ വ്യക്തിയുടെ മുഖം, അതായത് ഇടിച്ചതിന് ശേഷം മുഖത്തെ മുഖംമൂടി മാറ്റിയിരുന്നു. ഇവര് സാധാരണഗതിയിൽ സഞ്ചരിക്കുന്നത് കൈലിമുണ്ടെടുത്തും ഒപ്പം തന്നെ മുഖം മറയ്ക്കും, തോർത്തു വെച്ച് മുഖം മറച്ചും ശരീരം മുഴുവൻ വഴുക്കലുള്ള അവസ്ഥയിലുമാണ് ഇവർ സഞ്ചരിക്കുന്നത്. അത്തരത്തിൽ മുഖം മറച്ചിരുന്ന ആളുടെ മുഖം കണ്ടു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ബിബിനെ കൊണ്ട് ഇരുത്തിക്കൊണ്ടുള്ള രേഖാചിത്രമൊക്കെ വരപ്പിക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. എന്തായാലും 7 അംഗ സംഘമാണ്, അന്വേഷണ സംഘമാണ് ഇവിടെ ജില്ലാ പോലീസ് മേധാവി മോഹനേന്ദ്രന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ളത്. പക്ഷേ അതിനപ്പുറം തന്നെ ജനങ്ങളുടെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മകൾ, വാട്സാപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചുകൊണ്ട് രാത്രി പോലീസിനൊപ്പം തന്നെ അവരും അന്വേഷണത്തിന് ഇറങ്ങുന്ന ഒരു സാഹചര്യം. പക്ഷേ ഈ എത്ര അന്വേഷണത്തിന് ഇറങ്ങുമ്പോഴും ഈ കള്ളന്മാരുടെ കോൺഫിഡൻസ് അത് കുറയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അവർ ഓരോ ദിവസവും ഒരു ഏരിയയിൽ കയറിയാണെങ്കിൽ അവിടെ 4ഓളം വീടുകൾ കയറും. അങ്ങനെയാണ് ഇവർ കയറി പോകുന്നത്. അത്തരത്തിലൊരു എന്താ പറയുക, ഒരു ഗെയിം പോലെ എന്ന് നമുക്ക് പറയാം കേട്ടോ. അതുപോലെയാണ് ഇവിടെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിടത്ത് പോലീസ് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അതിന് പരിസരത്ത് തന്നെ ഇപ്പൊ ഒരു വീട്ടിൽ കയറിയിട്ട് ആ ഏരിയ മണ്ണഞ്ചേരിയിലും പറവൂരിലും സമാനമായ രീതിയിൽ നിരവധി വീടുകളിൽ 4 വീടുകളിൽ മോഷണം നടക്കുന്നു. അവരുടെ ആ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാലും ഇതേ സംഘം, ഈ 2 അംഗ സംഘം തന്നെയാണ് പറവൂരിലും എത്തിയതെന്ന് സംശയിക്കണം. നേരത്തെ ശരണ്യ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതായിരുന്നു, ഇവർ വാഹനങ്ങൾ ഉപയോഗിക്കില്ല, മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവരെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ വേണ്ടി പോലീസ് എന്ത് നടപടി സ്വീകരിച്ചു എന്നൊരു ചോദ്യം ഇവിടെ ബാക്കിയാകുന്നുണ്ട്. 7 അംഗ സംഘം രൂപീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുമ്പോഴും എന്തുകൊണ്ടാണ് ഈ ആലപ്പുഴയിൽ നിന്ന് വടക്കൻ പറവൂരിൽ എത്തിയിട്ടും പോലീസിന് ഇവരെക്കുറിച്ച് യാതൊരു സൂചനയും ഇതുവരെയും ലഭിക്കാത്തത്? ശരിയാണ്. അത്തരത്തിൽ പോലീസിന് ഇതുവരെ ഒരു ഫൈൻഡിങ്സിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആദ്യം ഇവർ സംശയിച്ചിരുന്നത് പാലായിൽ നിന്ന് ജയിൽ മോചിതരായ 2 കുറുവാ സംഘ അംഗങ്ങളാണോ എന്നുള്ളതായിരുന്നു പോലീസിന് സംശയം. തുടർന്ന് പോലീസ് പാലയിലും തമിഴ്നാട്ടിലും ഒക്കെ ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ കാര്യങ്ങളും വ്യാപിപ്പിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ആരാണ് ഇവരെന്നുള്ള ഒരു ഫൈൻഡിങ്സിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം സൗത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടായിരുന്ന ചുങ്കം ഭാഗത്തുള്ള ഒരു തമിഴ്നാട് സ്വദേശിയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇയാളാണോ, ഇയാൾക്ക് ബന്ധമുണ്ടോ എന്നറിയുന്നത്. പക്ഷേ ചോദ്യം ചെയ്തതിനു ശേഷം പിന്നീട് വിട്ടയക്കുകയാണ് ഉണ്ടായത്. കാരണം അയാൾക്ക് അതിൽ ബന്ധമില്ല എന്നുള്ളതാണ്. അന്വേഷണ സംഘത്തിന് ഇതുവരെ എവിടെയും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വലിയ ആശങ്ക ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ ദിവസം ഈ ബിബിൻ എന്ന് പറഞ്ഞ ആൾ തൂക്കോളം സ്വദേശി ഈ കുറുവാ സംഘത്തിലെ ആളെ പിടിച്ചപ്പോൾ അയാൾ തിരിച്ച് ബിബിനെ ഉപദ്രവിച്ചിട്ടാണ് മൂക്കിനെ കല്ലുകൊണ്ടിടിക്കുമായിരുന്നു. എന്നിട്ടാണ് രക്ഷപ്പെട്ട് പോയതെന്ന് പറഞ്ഞത്. പക്ഷേ അത് കുറുവാ സംഘം അല്ലെന്നാണ് പോലീസ് പറയുന്നത്. എങ്കിൽ പോലും ഇത്തരത്തിൽ ഈ ബിബിൻ കളരിയൊക്കെ പഠിപ്പിക്കുന്ന ആളാണ്, ട്രെയിനറാണ്. അദ്ദേഹം പറയുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. താൻ പിടിച്ചിട്ട് പോലും നിൽക്കാൻ കഴിയാത്ത രീതിയിൽ ആ രീതിയിൽ അവർ കായികമായി കൈകാര്യം ചെയ്ത് 8 അടിയോളം വരുന്ന ഹൈറ്റ് ഉള്ള മതിൽ ചാടി കടന്നു പോയി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ ആ രീതിയിലുള്ള പരിശീലനം ഉള്ള ആളുകളാണ് വരുന്നത് എന്നുള്ളതാണ്. പക്ഷേ പോലീസ് കുറുവാ സംഘമാണെന്ന് പറയുമ്പോൾ പുന്നപ്രയിൽ മറ്റൊരു സംഘമാണ് എത്തിയെന്ന് പറയുന്നെങ്കിൽ പോലും അവിടെയും അവിടെ ഒരാളാണ് എത്തിയിട്ടുള്ളത്. ഈ ബിബിൻ കണ്ടത് ഒരാളെയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഉള്ള ആളുകൾ എത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ പോലും ഇവരാരാണ്, എന്താണ് എന്നോ അല്ലെങ്കിൽ അന്വേഷണത്തിന് എപ്പോൾ എത്തിയെന്നോ മോഷണത്തിന് എപ്പോൾ എത്തിയെന്നോ ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. ഇവർ CCTV വിഷ്വൽസ് പോലീസിന് കളക്ട് ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് ഈ മോഷ്ടാക്കളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ ഒരു രീതിയാണ്. അതായത് താഴത്ത് കൈലിമുണ്ട് മാത്രമാണ് ധരിക്കുക, മുകളിലേക്ക് വഴുക്കലുള്ള ഓയിൽ, എന്തെങ്കിലും എണ്ണ ഇവരെ ഉപയോഗിക്കും. അതായത് ആളുകൾ പറയുന്നത് ഈ വരാലിനെയൊക്കെ പിടിക്കുന്ന പോലെ തെന്നിപ്പോകും എന്നുള്ളതാണ്. ആ രീതിയിൽ ഉള്ള ഇതാണ് ധരിക്കുന്നത്. മുഖം ഒരു തോർത്തും എന്തെങ്കിലും കൊണ്ട് മുഖം ഇവർ മറച്ചിരിക്കും. നടക്കുന്ന ഒരു പ്രത്യേക രീതി. ഇവർ നടക്കുമല്ല, ഇവർ ഓടുന്ന പോലെയാണ് നടന്ന് പോവുകയും ചെയ്തത്. പക്ഷേ ഈ CCTV വിഷ്വലിലെല്ലാം കാണുന്നത് ഈ സമാനമായ രീതിയിൽ സഞ്ചരിക്കുന്ന ആളുകളെ തന്നെയാണ് CCTV വിഷ്വലിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നാടോടികൾക്കൊപ്പമാണ് ഇവര് പലരും താമസിക്കുക. പകല് പല ജോലികൾ ചെയ്യാറുണ്ട്. സ്ഥലം കൃത്യമായി ഐഡന്റിഫൈ ചെയ്യും. ഈ കത്തി മൂർച്ച കൂട്ടാൻ വരുന്ന ആളുകൾ അങ്ങനെയുള്ള തൊഴിലുകൾ ഇവർ ചെയ്യും.
കൃത്യമായി പരിസരം ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. പക്ഷെ മോഷണത്തിനായി വരുമ്പോഴത്തേക്കും ഇവർ പൊതുവഴികളിലേക്ക് ഇറങ്ങുക വളരെ വിരളമാണെന്നാണ് പറയുന്നത്. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് ചാടി ഒരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. പോലീസ് ഈ മോഷണങ്ങൾ ഇങ്ങനെ തുടർച്ചയാകുന്ന സാഹചര്യത്തില് എന്ത് മുൻകരുതലാണ് എടുക്കുന്നത്? പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ടോ? ഇക്കാര്യം കൂടി അറിയണം. ശരണി ഒന്ന് തുടരുക. ഡാനി പോളിലേക്ക് കൂടി ഒന്ന് പോകുന്നു. ഡാനി, ഈ ഇന്നലെ രാത്രി നടന്ന മോഷണ ശ്രമം ജനങ്ങൾ സ്വാഭാവികമായി വലിയ ആശങ്കയിലായിരിക്കും. ആലപ്പുഴയിൽ നിന്നും ഇതേ സംഘം തന്നെ പറവൂരിലെത്തിയതായി സംശയിക്കുന്നു. നിലവില് ഈ വടക്കേക്കര പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്? ഈ പറവൂർ, വടക്കൻ പറവൂർ, ഈ വടക്കേക്കര ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ തന്നെ ഈ മോഷണ സംഘം ഉണ്ട് എന്നാണോ സംശയിക്കുന്നത്? അതോ ഇതിനുശേഷം ഇവിടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ ഇവർ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് നീങ്ങിയിരിക്കാമെന്നാണോ പോലീസിന്റെ ഒരു അനുമാനം? ടോം, ഇക്കാര്യത്തിൽ പോലീസ് ഇവരെ അന്വേഷിക്കുന്നു. കൂടുതൽ CCTV ദൃശ്യങ്ങൾക്ക് വേണ്ടി പോലീസ് ആ മേഖലയിൽ വലിയ രീതിയിലൊരു തിരച്ചിൽ നടത്തുന്നുണ്ട്. കാരണം ഇതേപോലെ സമാനമായ രീതിയിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ, അതല്ലെങ്കിൽ ഇവർ കടന്നു പോകുന്ന വഴി കാര്യങ്ങൾ ഇത് സംബന്ധിയായ എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുന്നുണ്ടോ എന്നുള്ള പോലീസിൻ്റെ ഒരു അന്വേഷണം ഇപ്പോഴും തന്നെ തുടരുന്നുണ്ട്. ഇവരുടെ ഒരു അനുമാനത്തിൽ ഇനിയും ഈ മേഖലയിലേക്ക് വളരെ പെട്ടെന്ന് വരാനുള്ളൊരു സാധ്യത കുറവ് കാണുന്നുണ്ട്. കാരണം സ്വാഭാവികമായും അവിടെ കൂടുതൽ അലർട്ടായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ജനങ്ങളായാലും പോലീസായാലും അല്ല. അതുകൊണ്ട് മറ്റിടങ്ങളിലേക്ക് നീങ്ങാനുള്ളൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇത് പൊതു ഇടങ്ങളിലേക്ക് നീങ്ങാതെ വളരെ പെട്ടെന്ന് ഓരോ വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് പോകാൻ കഴിയുന്ന രീതിയിൽ തന്നെ ഇപ്പോൾ നമ്മൾ പറവൂര് കണ്ടതും ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ്. തൊട്ടടുത്ത വീടുകളിലേക്ക് തന്നെ. പക്ഷെ ഒന്നും കാര്യമായിട്ട് അതവർക്ക് തള്ളി തുറക്കാനോ മറ്റു ബഹളങ്ങളുണ്ടാക്കി ആളെ പുറത്തേക്ക് ഇറക്കാനോ കഴിഞ്ഞില്ല എന്നതാണ്. അതിന് പകരം കൂടുതൽ ആളുകൾ ഉണരുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ഒരേ സമയത്ത് തന്നെ പലയിടങ്ങളിലായിട്ട് ലൈറ്റുകൾ തെളിയുന്നു. കൂടുതൽ ആളുകൾ തങ്ങളിലേക്ക് എത്തുമെന്നൊരു അവർക്കത് മനസ്സിലാകുകയും ചെയ്തുകൊണ്ടാണ് ഇവിടുന്ന് കടന്നു കളയുകയും ചെയ്തതായിട്ട് അനുമാനിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ ആക്രമണ സ്വഭാവമുള്ളവർ തന്നെയാണ് ഈ മോഷ്ടാക്കൾ. അതുകൊണ്ട് തന്നെ ഈ ഒന്നോ രണ്ടോ വീടുകളെ ടാർഗറ്റ് ചെയ്താൽ പോലും അവരെ ആക്രമിച്ച് അവർക്ക് കവർച്ച നടത്തുക എന്നത് തന്നെയാണ് ഇവരുടെ ഒരു രീതി. വളരെ പെട്ടെന്ന് അവിടെ നിന്ന് മാറിയതുകൊണ്ടാണ് പോലീസിനൊരു സംശയം ബാക്കി നിൽക്കുന്നത്. ഇത് ഈ സംഘം തന്നെയാണോ എന്നൊരു സംശയവും പോലീസ് ബാക്കി വെക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു നിവൃത്തീകരണം വരണമെങ്കിൽ CCTV അടക്കമുള്ള കാര്യങ്ങൾ ഒന്നുകൂടി വിശദമായി പരിശോധന അടക്കം നടത്തേണ്ടതുണ്ട്. എങ്കിലും പ്രാഥമികമായി ലഭിക്കുന്ന തെളിവുകളും അതോടൊപ്പം തന്നെ ഈ CCTV ദൃശ്യങ്ങളും എല്ലാം സൂചിപ്പിക്കുന്നത് കുറുവാ സംഘങ്ങൾ തന്നെയാണ് മോഷണത്തിന് വേണ്ടി ഇവിടേക്ക് എത്തിയതെന്നുള്ള പ്രാഥമിക സൂചനകൾ തന്നെയാണുള്ളത്. പക്ഷെ അത് ആധികാരികമാകേണ്ടതുണ്ട്. എന്തായാലും ഈ പ്രദേശങ്ങളിൽ അതോടൊപ്പം തന്നെ പരിശോധിച്ചാൽ ഇത് കുറുവാ സംഘം എന്ന് തന്നെ സംശയിക്കേണ്ടി വരും. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോവുകയാണ്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഈ മോഷണം തുടർക്കഥയാകുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് വലിയ ആശങ്ക ഉണ്ടാകാം. ഇതിന് പോലീസ് എന്ത് നടപടി ഇതുവരെയും സ്വീകരിച്ചു എന്നുകൂടി അറിയണം. ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമാണോ അന്വേഷണം, അതോ തമിഴ്നാട്ടിലേക്കും അന്വേഷണം നീങ്ങിയിട്ടുണ്ടോ? ജനങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് പോലീസ് നൽകിയിരിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴ DYSP മധു ബാബുവുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് അന്വേഷണം 2 ഇടങ്ങളിലേക്കാണ് വ്യാപിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് തമിഴ്നാട് കേന്ദ്രീകരിച്ച് തിരുട്ടി ഗ്രാമം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളത് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പാല കേന്ദ്രീകരിച്ച് പാലയിൽ നിന്ന് ജയിൽ മോചിതരായ 2 പേരാണോ ഇവരെന്ന് സംശയിക്കുന്ന രീതിയിലുള്ള അന്വേഷണവും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ടോം നേരത്തെ സൂചിപ്പിച്ച ഡാനി പറഞ്ഞതുപോലെ തന്നെ വീടിന്റെ പിൻഭാഗത്തെ വാതിലുകളാണ് ഇവിടെ പൊളിച്ചിട്ടുള്ളത്. ആലപ്പുഴയിൽ നടന്ന മോഷണത്തിൽ വളരെ ഇടങ്ങളിൽ മാത്രമാണ് പൊളിയാതിരുന്നിട്ടുള്ളത്. ബാക്കി പിൻഭാഗത്ത് ബലക്ഷയം സംഭവിക്കുന്ന പിൻവാതിലുകളെല്ലാം ഇവര് പൊളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മുകളിലത്തെ കുറ്റിയുടെ ഭാഗം പുറത്തുനിന്ന് തകർത്തിട്ടാണ് ഇവര് അകത്തേക്ക് കയറുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് വരുന്ന വീടിന്റെ പിൻഭാഗത്തെ വാതിലുകൾ അത് ബലക്ഷയം സംഭവിച്ചു. എല്ലാവരും വീടിന്റെ മുൻഭാഗമൊക്കെ വളരെ ശ്രദ്ധയോടെ നോക്കും. പക്ഷെ പിൻഭാഗത്തെ വാതിലുകൾ ബലക്ഷയം സംഭവിച്ചാണെങ്കിൽ അത് ശ്രദ്ധിക്കണം എന്നുള്ള നിർദ്ദേശം അവർ നൽകുന്നുണ്ട്. ഒപ്പം ഇപ്പോ പറവൂര് പരസ്പരം പരിസരത്തുള്ള ആളുകളെല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആലപ്പുഴയിൽ നടന്ന മോഷണത്തിൽ പോലീസ് വന്ന് അന്വേഷിക്കുമ്പോൾ മാത്രമാണ് തൊട്ടടുത്ത് മോഷണം ഉണ്ടെന്നുള്ള കാര്യം പോലും വ്യക്തമാകുന്നത്. രാത്രി തന്നെ പോലീസ് നടത്തിയ പരിശോധനയിലാണ് പലയിടത്തും മോഷണം നടന്നിട്ടുള്ളത്. അതായത് ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് ഈ മോഷ്ടാവ് എത്തിയിട്ടും അത് അറിഞ്ഞിട്ടില്ല. 11-12 വാർഡുകളിലായിരുന്നു മണ്ണഞ്ചേരിയിൽ ഈ മോഷണം നടന്നത്.
അപ്പോൾ ആ രീതിയിൽ അറിയാത്ത രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായതുകൊണ്ട് തന്നെ ആളുകൾ കുറെ കൂടെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇതൊന്നുമല്ല, ഇതിനെയൊക്കെ ഈ സംവിധാനത്തെ വരുതിയിലാക്കേണ്ടത് ഉത്തരവാദിത്വം പോലീസിന് തന്നെയാണ്. പോലീസ് അതിനകത്ത് എത്രമാത്രം അന്വേഷണത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ അവർക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ പല ചെറുപ്പക്കാരും യുവാക്കളൊക്കെ ചേർന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഇവിടെ ഇപ്പോൾ പുതുതായി തുടങ്ങിയിട്ടുണ്ട്. രാത്രി പരിശോധനകൾ പ്രദേശത്തുള്ള യുവാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ആലപ്പുഴയിൽ കഴിഞ്ഞ് പിന്നീട് കരിയിലക്കുളങ്ങരയിൽ ആണ് കുറുവ സംഘത്തിന്റെ സാന്നിധ്യം. പിന്നീട് അത് ആലപ്പുഴ നഗരത്തിലേക്ക് വരുന്നു. വലിയ ഡിസ്റ്റൻസ് വ്യത്യാസത്തിലാണ് ഇവര് വരുന്നതെന്നുള്ളതൊക്കെയാണ്. അപ്പോ പോലീസിനെ തന്നെ ശരിക്കും പറഞ്ഞാൽ വട്ടം ചുറ്റിക്കുകയാണ് കുറുവ സംഘം. വ്യക്തമാണ്. ശരണ്യ സ്നേഹജനും ഡാനി പോളുമാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയ്ക്ക് പിന്നാലെയാണ് ഭീതി പരത്തി വടക്കൻ പറവൂരിലും കുറുവ സംഘങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗിനെ വെട്ടിലാക്കി സമസ്ത. ആ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്. വീണ്ടും മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗിനെ വെട്ടിലാക്കി സമസ്ത. മുനമ്പത്തേത് വകഭൂമി തന്നെയെന്ന് സമസ്ത മുഖപത്രമായ സുപ്രഭാതം ലേഖനം പ്രസിദ്ധീകരിച്ചു. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭൂമി നിലവിലെ ഉടമകൾക്ക് നൽകണമെന്നത് ആശങ്കയുണ്ടാക്കുന്നതായും മുസ്തഫ മുണ്ടുപാറ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയെന്ന് സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കവും വ്യക്തമാക്കിയിരുന്നു. ഇതോടെ സമസ്തയിലെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും ലീഗിന്റെ നിലപാട് തള്ളി രംഗത്ത് വരികയാണ്. പ്രശ്നമായി നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ മുനമ്പത്ത്, ചെറായി വഖഫ് 1950 അതായത് സ്ഥാപനം ഉണ്ടാക്കി 2ാമത്തെ കൊല്ലാണ് ഉണ്ടാക്കുന്ന വഖഫ് ചെയ്യുന്നത്. എവിടെ? മുനമ്പത്തെ വഖഫ്. സിദ്ദീഖ് സേട്ട് എന്ന് പറയുന്ന ഒരാളാണ് അത് വഖഫാക്കുന്നത്. സിദ്ദീഖ് സേട്ട്. ഇത് സാന്ദർഭികമായി പറയാണ്. അവിടെ ഇപ്പം എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ. രാഷ്ട്രീയക്കാർക്ക് അതിന് വേറൊരു കാഴ്ചപ്പാടുണ്ടാവും, എല്ലാ പാർട്ടികൾക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവും. എന്നാൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെയും അതുപോലെ സമസ്തയ്ക്കും അതിൻ്റെ കാഴ്ചപ്പാടുണ്ട്. അത് വഖഫ് ഭൂമിയാണ്. 404 ഏക്കർ, 440 ഏക്കർ, 404 ഏക്കർ അല്ല 404 ഏക്കർ .76 ഇതാണ് വഖഫ് ഭൂമി. സേട്ട് വഖഫാക്കിയതാണ്. സാമുദായ വർഗീയ നിലയിൽ കാര്യങ്ങൾ വേർതിരിഞ്ഞു പോകണം എന്ന് ചിന്തിക്കുന്നവർ കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വിഷയമാണത്. അത് കേരളത്തിന്റെ നല്ല അന്തരീക്ഷത്തിന് ചേർന്ന ഒരു വിഷയമല്ല. മുസ്ലിം സംഘടനകൾ യോഗം കൂടി ക്ലിയറായിട്ട് പറഞ്ഞത് അതിന്റെ സാങ്കേതികത്വത്തിക്കൊന്നും പോവാതെ ഈ മുരമ്പത്ത് താമസിക്കുന്നവരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഗവൺമെന്റ് മുൻകൈ എടുക്കണം, അതുമായിട്ട് ഞങ്ങൾ സഹകരിക്കാം. അതാണ് അവർ പറയുന്നത്. അതിലെല്ലാം ഉണ്ട്. ഇനി അതിന്റെ സാങ്കേതികത്വം തൂങ്ങി സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഒരു സ്റ്റാൻഡ് അത് ദയവിചാരിച്ച് വാർത്താമാധ്യമങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞങ്ങളിപ്പോൾ മുസ്ലിം സംഘടനകളെ യോഗം ചേർന്നിട്ട് രമ്യമായി അത് പരിഹരിക്കണം, അതിന് സർക്കാർ മുൻകൈ എടുക്കണം, അതിന് എല്ലാ സംഘടനകളും യോജിക്കാം എന്ന് പറഞ്ഞതാണ് വാസ്തവത്തിൽ മുനമ്പം പ്രശ്നം പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. ആ മാർഗം മുമ്പിൽ വെച്ച് സർക്കാർ അതുമായി മുന്നോട്ട് പോകണം. രമ്യമായ പരിഹാരം ഗവൺമെന്റ് ഉണ്ടാക്കൂല എന്നുണ്ടെങ്കിൽ രമ്യമായ പരിഹാരം ഉണ്ടാക്കാൻ തന്നെ ഞങ്ങൾ മുന്നിട്ടിറങ്ങും. ഞങ്ങൾ തന്നെ അതിന് മുൻകൈ എടുക്കും. ഈ ഇലക്ഷനൊക്കെ ഒന്ന് കഴിയട്ടെ, അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ ഞങ്ങൾ സംസാരിക്കും. കാരണം രമ്യമായ പരിഹാരം ഉണ്ടാക്കാവുന്ന വിഷയമുള്ളൂ അത്. ടി ജി സജിത്തും ആജ്ഞ രവീന്ദ്രനും ചേർന്നു വിശദാംശങ്ങളുമായി. ആദ്യം സജിത്തിലേക്ക്. സജിത്ത്, സമസ്തയുടെ നിലപാട് മുസ്ലിം ലീഗിനെ മാത്രമല്ല ഒരുപക്ഷെ സർക്കാരിനെയും പ്രതിപക്ഷത്തെയും പോലും വെട്ടിലാക്കിയിരിക്കുന്നൊരു അവസ്ഥയാണ്. ഈ പ്രശ്നത്തിലൊരു രമ്യമായ പരിഹാരം ഉണ്ടാകാൻ സർക്കാർ യോഗം വിളിച്ചൊരു സാഹചര്യത്തിൽ കൂടിയാണ് സമസ്തയുടെ ഈ നിലപാട് വിവിധ രാഷ്ട്രീയ കക്ഷികളെ കൂടി സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നത്. ഇത് പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കുകയല്ലേ ഉള്ളൂ. ഈ ഒരു എന്തുകൊണ്ടാണ് സമസ്ത ഈ നേരത്തെ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റികളുടെ യോഗത്തിന് ശേഷമായിരുന്നു മുസ്ലിം ലീഗ് ഇതിലൊരു നിലപാട് സ്വീകരിച്ചത്. സമസ്ത ഇപ്പോൾ ഈ ലീഗിനെതിരായി ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചതിന് പിന്നിൽ എന്തായിരിക്കാം?
ടോം സൂചിപ്പിച്ചതുപോലെ ഈ പ്രതിസന്ധി മുനമ്പം പ്രശ്നപരിഹാരത്തിന് മുന്നിൽ വെല്ലുവിളി ഉണ്ടാക്കുന്നതാണ് ഈ സമസ്ത ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്. കാരണം സമസ്തയിൽ നേരത്തെ ഇക്കാര്യത്തിൽ തന്നെ ഭിന്നിപ്പുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നേതാക്കൾ ഒറ്റക്കെട്ടായി അത് വഖഫ് ഭൂമി തന്നെയാണ് മുനമ്പത്തേത് എന്ന് നിലപാടെടുക്കുകയാണ്. അതിലുണ്ടാകുന്ന പ്രതിസന്ധി തങ്ങളുടെ പൊതു നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ നിലപാടെടുക്കുന്നതെന്ന് സമസ്ത വാദിക്കുന്നുണ്ടെങ്കിലും അത് ഈ മുനമ്പത്തെ പ്രശ്നപരിഹാര സാധ്യതയിൽ വലിയ വിള്ളൽ വീഴ്ത്തുന്നു, ആശങ്കയുണ്ടാക്കുന്നു എന്നതാണ് ഈ നിലപാടുണ്ടാക്കുന്ന പ്രതിസന്ധി. കാരണം വഖഫ് ഭൂമി തന്നെയാണ് എന്ന നിലപാടെടുത്താൽ പകരം മറ്റെന്ത് സൊല്യൂഷൻ എന്ന ചോദ്യം ഉയരും. മുനമ്പത്തുകാരെ കുടി ഒഴിപ്പിക്കരുത് എന്ന വാദം തന്നെ ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശരി തന്നെയാണ്, അത് പൊതുവിൽ സ്വാഗതാർഹമാണ് നിലപാട്. പക്ഷേ മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് നിലപാടെടുക്കുകയും അവിടുന്ന് ആളുകളെ കുടിയൊഴിപ്പിക്കരുത് എന്ന നിലപാടെടുക്കുമ്പോഴും ഈ പ്രശ്നപരിഹാര സാധ്യത എങ്ങനെ ഉണ്ടാകും എന്ന ചോദ്യമാണ്. ഈ സമസ്ത എടുക്കുന്ന നിലപാട് വെല്ലുവിളിയിലാക്കുന്നത് ലീഗിനെയുണ്ട്, സംസ്ഥാന സർക്കാരിനെയുണ്ട്, പൊതുവിൽ കോൺഗ്രസിനെയുമുണ്ട്. കാരണം അവരെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കാരണം പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള പല സാധ്യതകൾ തേടുമ്പോൾ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഇത് വഖഫ് ഭൂമിയാണ് എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു നീക്കം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ സമസ്ത പരസ്യമായി അത്തരം ഒരു അവകാശവാദം ഉന്നയിക്കുന്നതോടുകൂടി ഇപ്പോൾ സമൂഹത്തിലുണ്ടായ ആ വേർതിരിവ് അത് ശക്തമായി തന്നെ വരും. മുനമ്പത്തെ സമരരംഗത്തുള്ളവർ ഉന്നയിക്കുന്ന ആ വാദം അവർക്കൊന്നുകൂടി ശക്തമായി ഉന്നയിക്കാനുള്ള അവസരമായി കൂടി അത് മാറുന്നു എന്ന പശ്ചാത്തലമുണ്ട്. മറ്റൊന്ന്, സർക്കാർ പ്രശ്നപരിഹാര സാധ്യത ഇപ്പോൾ കോടതിക്ക് മുന്നിൽ നിൽക്കുന്ന വിഷയമാണ്. അതിനപ്പുറം മറ്റെന്ത് സാധ്യത എന്ന് ഉള്ള പരിശോധന ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് എന്ന രാഷ്ട്രീയ വിഷയം മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം സ്വീകരിക്കുന്നതിന്, പരസ്യമായ അഭിപ്രായം പറയുന്നതിന് ചില തടസ്സങ്ങളൊക്കെയുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷമെങ്കിലും ഈ വിഷയം പരിഹരിക്കാനുള്ള നീക്കങ്ങളിൽ വിള്ളൽ വീഴ്ത്തുന്നതാണ് ഈ നിലപാട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയെങ്കിൽ ഇതിന് മറ്റെന്ത് പരിഹാര സാധ്യത എന്ന ചോദ്യം വരുമ്പോൾ മുനമ്പത്തുകാർക്ക് ആ ഭൂമി വിട്ടുകൊടുത്തുകൊണ്ട് അവർക്ക് റവന്യൂ അവകാശങ്ങൾ വിട്ടുകൊടുത്ത് മറ്റൊരു സ്ഥലത്ത് വഖഫ് ഭൂമി പകരം അനുവദിക്കുക എന്ന സൊല്യൂഷൻ ചർച്ച ചെയ്യപ്പെട്ടാൽ അതൊരു സാധ്യതയായി ചില നേതാക്കളെങ്കിലും ഉയർത്തിക്കാട്ടുന്നുണ്ട്. പക്ഷേ അങ്ങനെ കാണിച്ചാൽ പോലും അതുണ്ടാവുന്ന പ്രതിസന്ധി ഈ വഖഫ് ബോർഡ് തർക്കഭൂമികളിൽ എല്ലാം ഇതേ നിലപാടെടുത്താൽ സംസ്ഥാനത്ത് സർക്കാർ പ്രതിസന്ധിയിലാകും എന്ന് മാത്രമല്ല മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്ന ആക്ഷേപം ഒന്നുകൂടി ശക്തമായി ഉന്നയിക്കാനുള്ള അവസരം കൂടിയായി മാറും. ആ തരത്തിലും സർക്കാരിന് മുന്നിൽ ഇത് പ്രതിസന്ധി. അങ്ങനെയെങ്കിൽ ഇത് സമസ്തയുടെ ഒരു സമ്മർദ്ദ തന്ത്രമായി കാണണോ? കാരണം സമസ്തയുടെ നേതാവ് നേരത്തെ ഒരു പൊതുസമ്മേളനത്തിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യമുണ്ട്. 404 ഏക്കർ, ഈ 404 ഏക്കർ വഖഫിന്റേതാണെന്ന് പറയുന്നു. ഈ മുനമ്പത്ത് 114 ഏക്കറിൽ മാത്രമാണ് ഈ പറയുന്ന രേഖകളുള്ളൂ. മറ്റ് കടലെടുത്തു എന്ന് പറയുന്നു. കടൽ ഈ വെള്ളം 60 ഏക്കർ വെള്ളം ഉൾപ്പെടെയായിരുന്നു അന്ന് ഈ തിരുവിതാംകൂർ രാജകുടുംബം സിദ്ദിഖ് സേട്ടിന് നൽകിയതെന്നൊക്കെയാണ് നമുക്ക് ആ രേഖകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ 114 ഏക്കർ മാത്രമേ രേഖകളിലുള്ളൂ. സമസ്ത ഇതിനു പകരമായി ഇവിടെ ഒരു സെറ്റിൽമെന്റ് ചർച്ച വരുമ്പോൾ മുൻപത്തിന് പകരമായി നേരത്തെ സിദ്ദിഖ് സേട്ട് ഫറൂഖ് കോളേജിന് കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ 404 ഏക്കർ സ്ഥലം വേണമെന്നൊരു അവകാശവാദം കൂടി ഉന്നയിച്ചേക്കാം. അത്തരമൊരു സമ്മർദ്ദതന്ത്രമായിരിക്കില്ലേ സമസ്തയുടെ ഇപ്പോഴത്തെ നിലപാടിന് പിന്നിൽ? ടോം, അത് തീർച്ചയായും അത്തരമൊരു വ്യാഖ്യാനം ഉയർന്നു വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ടോം സൂചിപ്പിച്ചതുപോലെ രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന്, മുനമ്പത്തെ തർക്കഭൂമി അത് 404 ഏക്കറാണോ കടലെടുത്തത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണോ ഇവർ ഈ വാദം ഉന്നയിക്കുന്നത് എന്ന ഒരു പ്രതിസന്ധി. അങ്ങനെയെങ്കിൽ ഇതിന് മറ്റൊരു തർക്ക പരിഹാര ഫോർമുല ഉണ്ടായെങ്കിൽ കൂടുതൽ ഭൂമി പുതിയതായി ഇവർക്ക് വഖഫിലേക്ക് അനുവദിച്ചു കിട്ടും എന്നൊരു സാധ്യത, അതൊരു ഒന്നാമത്തെ വിഷയം. മറ്റൊന്ന്, സംസ്ഥാനത്ത് തർക്കമുന്നയിക്കാൻ സാധ്യതയുള്ള മറ്റിടങ്ങളിലെല്ലാം മുനമ്പം മോഡൽ എന്ന ഒരു തർക്കപരിഹാര ഫോർമുല ഉയർന്നു വന്നാൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധി ചെറുതായിരിക്കില്ല. അതേസമയം അത് വഖഫ് ബോർഡിനും മുസ്ലിം സംഘടനകൾക്കും വലിയ നേട്ടമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് മുനമ്പം പ്രശ്നപരിഹാരത്തിന് ഉണ്ടാവുന്ന ഫോർമുല എന്തു തന്നെയായാലും അതങ്ങേയറ്റം സങ്കീർണമാണ്. അത് പിഴവുകൾ തിരുത്തി വേണം ഉണ്ടാവാൻ. അതുകൊണ്ട് ഏതെങ്കിലും സമ്മർദ്ദത്തിന് അടിമപ്പെട്ടത് പോകാനും പാടില്ല. എന്തായാലും സമസ്ത ഇപ്പോൾ ഉന്നയിക്കുന്ന വാദം അതാ രീതിയിൽ സർക്കാരും അംഗീകരിക്കാൻ വഴിയില്ല. കാരണം സർക്കാരിന് മുന്നിൽ പെട്ടെന്ന് ഈ വിഷയം പരിഹരിക്കാൻ ഒരു ഫോർമുല മുന്നോട്ട് വെക്കാനുമില്ല. കാരണം ഇരു വിഭാഗത്തിൻ്റെയും വാദങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിൽ പരിഹാരമുണ്ടാക്കുക ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് സമൂഹത്തിൽ വലിയ
വർഗീയ ചേരിതിരിവിനൊക്കെ ഇടവയ്ക്കുന്ന തരത്തിലുള്ള സങ്കീർണ വിഷയമായി നിൽക്കുകയാണ്. മുൻ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതുവരെ ആ ഭൂമിയിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിട്ടില്ല, അവിടുന്ന് അവരെ ഒഴിപ്പിക്കണമെന്ന വാദം വെച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ സമസ്ത ഇത്തരം വാദം വെക്കുന്നു. സമസ്തയ്ക്ക് പിന്നാലെ മറ്റു സംഘടനകളും അത് വഖഫ് ഭൂമി തന്നെയാണ് എന്ന പരസ്യ നിലപാട് സ്വീകരിച്ചാൽ അതെങ്ങനെ പരിഹാരമുണ്ടാകുന്നു എന്നതാണ് വാദം. നേരത്തെ ഈ വിഷയം നമ്മൾ ന്യൂസ് 8 തന്നെ ചർച്ച ചെയ്തപ്പോൾ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ ഉന്നയിച്ച ഒരു വാദമുണ്ട്. ഇസ്ലാമിക നിയമപ്രകാരം ഇസ്ലാമിക രീതി അനുസരിച്ച് വഖഫ് ഭൂമി വിട്ടുകൊടുക്കുക സാധ്യമല്ല. പക്ഷേ ഇതൊരു പ്രത്യേക സാഹചര്യമായതുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ഒരു പരിഹാര നിർദ്ദേശം ഉണ്ടായി വരാം. പക്ഷേ പകരം എന്ത് എന്ന ചോദ്യം അവർ ഉന്നയിക്കുന്നു. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുനമ്പം ഭൂമി വിട്ടുകൊടുത്താൽ പകരം മറ്റൊരു ഭൂമി ഈ സമസ്ത പോലെയുള്ള സംഘടനകൾ മുന്നിൽ കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇത് മുനമ്പത്തെ പ്രതിസന്ധി മാത്രമായിട്ടാവില്ല, മറ്റിടങ്ങളിലും സമാനമായ പ്രതിസന്ധിയായി ഇത് വളരാനാണ് സാധ്യത. വ്യക്തമാണ്. സജിത്ത് തുടരുക. ആജ്ഞ രവീന്ദ്രനിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. ആജ്ഞ, മുനമ്പത്ത് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ 22-ാം തീയതി യോഗം വിളിച്ച പശ്ചാത്തലത്തിൽ സമരം അല്പമൊന്ന് തണുത്ത മട്ടായിരുന്നു. പ്രത്യേകിച്ചും ഒരു തീവ്ര നിലപാട് സഭാ നേതൃത്വവും സ്വീകരിച്ചിരുന്നില്ല. എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിലൊരു പരിഹാരം വേണം, മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ ഭീതി ആശങ്ക ഒഴിഞ്ഞു കിട്ടണം എന്നത് മാത്രമായിരുന്നു സഭയുടെയും സമരസമിതിയുടെയും ഒക്കെ ഒരു നിലപാട്. പക്ഷേ സമസ്ത ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുകയും സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തില് മുനമ്പത്തെ ഇനിയുള്ള സമരത്തിന്റെ ഗതി എങ്ങനെയാകും? ഏറ്റവും വലിയ ഒരു ആശങ്കയിലേക്കാണ് ഇപ്പോൾ സമസ്തയുടെ ഈ നിലപാട്. അതായത് സുപ്രഭാതം പത്രത്തിൽ വന്നിട്ടുള്ള ലേഖനം വ്യക്തമാക്കുന്നത്. ശരിക്കും അതേസമയം സമസ്ത അധ്യക്ഷൻ ഇത് സമസ്തയുടെ നിലപാടല്ല എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണവും നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തിൽ 22-ാം തീയതി മുഖ്യമന്ത്രി വിളിച്ച് സർവകക്ഷി യോഗം നടക്കാൻ തീരുമാനിച്ചിരിക്കെ ഈ വിഷയം ഒന്ന് തണുക്കുകയും അതിൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവുകയും ചെയ്യുമെന്നായിരിക്കും ഒരുപക്ഷെ സമരക്കാർ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മുനമ്പത്ത് ഉൾപ്പെടെയുള്ള സമരപന്തലിൽ ഉൾപ്പെടെയുള്ളവർ മുനമ്പത്തെ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ആശങ്കയിലുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള അവർ കരുതിയിരിക്കുന്നതും അത്തരത്തിൽ ഈ 22-ാം തീയതി സർവകക്ഷി യോഗത്തിൽ ഒരു പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനാകും എന്ന് തന്നെ ആയിരിക്കാം. പക്ഷേ ഇപ്പോൾ ഈ മുസ്ലിം സംഘടനകളുടെ തീരുമാനം, അതല്ലെങ്കിൽ സമസ്തയുടെ തീരുമാനം മുസ്ലിം സംഘടനകളെ ഉൾപ്പെടെ മൊത്തത്തിൽ ഒരു പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അത്തരത്തിലൊരു നിലപാട് മാറുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വഴിവെച്ചിരിക്കുന്നത്. അതേസമയം മുസ്ലിം ലീഗ് ഇത് രമ്യമായി പരിഹരിക്കാനുള്ള നീക്കം തങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുമെന്ന് കുഞ്ഞാലിക്കുട്ടി അല്പം മുമ്പ് പറയുകയും ചെയ്തിരുന്നു. ഇതുകൊണ്ട് തന്നെ മുസ്ലിം സംഘടനകൾക്ക് പോലും ഈ കാര്യത്തിൽ അത് വ്യക്തമായ അല്ലെങ്കിൽ യോജിപ്പുള്ള ഒരു അഭിപ്രായം ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷെ സമസ്തയുടെ കാര്യത്തിൽ ഒമർ ഫൈസി മുക്കത്തിന്റെ തീരുമാനമല്ല സമസ്തയുടേത് എന്നുള്ള തരത്തിലേക്ക് ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം അല്പം ആശ്വാസം നൽകുന്നുണ്ടെങ്കിൽ പോലും ടോം സൂചിപ്പിച്ച പോലെ സമരം വരുന്ന ദിവസങ്ങളിൽ ഒരു പക്ഷേ വൈദികർ ഉൾപ്പെടെയുള്ള ആളുകളുമായി സാദിഖ് അലി ശിഹാബ് തങ്ങൾ കൂടിക്കാഴ്ച നടത്താനുള്ള നീക്കത്തിലാണ് എന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ സമരം ഒന്ന് തണുത്ത മട്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതികരണങ്ങൾ, ഈ ചൂണ്ടിക്കാണിക്കുന്ന പ്രതികരണങ്ങൾ അതിലേക്ക് വഴിവെക്കുന്നത് വലിയ സമരമുറകളിലേക്ക് അവർ മാറാനുള്ള സാഹചര്യമുണ്ട്. കാരണം ഈ പറയുന്ന 34 ദിവസവും അവർ നിരാഹാരം അനുഷ്ഠിക്കുന്നു. അതിലെ സമരത്തിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി അവരെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഒരു ജനതയുടെ മുഴുവൻ ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വഴിവെക്കുന്നത് എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സമര രീതി മാറിയേക്കാം, സമരം കൂടുതൽ ശക്തിപ്പെട്ടേക്കാം. ആ കാര്യത്തിലൊക്കെ നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ ആരായാനിരിക്കുന്നതേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും ഈ 34 ദിവസം തങ്ങൾ വില കൊടുത്തു വാങ്ങിയ, അതല്ലെങ്കിൽ തങ്ങൾ നിയമം അനുശാസിക്കുന്ന എല്ലാ റവന്യൂ നിയമങ്ങളും അനുശാസിച്ച് തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കി പണം കൊണ്ട് വാങ്ങിയ ഭൂമി തങ്ങളുടേതല്ല, അല്ലെങ്കിൽ നിൽക്കുന്നിടത്ത് മണ്ണ് ചോർന്നു പോകുന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളോടോ ഇത്തരം പ്രഖ്യാപനങ്ങളും പ്രതികരണങ്ങളും നടത്തുന്നത് ഒരുപക്ഷെ അവരുടെ സമര രീതിയെ കൂടുതൽ ശക്തിപ്പെടുത്താനേ ഉതകുകയുള്ളൂ എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടോം, തീർച്ചയായും ഈ പ്രശ്നം ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ പ്രശ്നം കൂടുതൽ
രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്, സമരം കൂടുതൽ കടുപ്പിക്കാനുള്ള, കൂടുതൽ തീവ്രമാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ആജ്ഞ രവീന്ദ്രൻ പറയുന്നത്. സജിത്ത്, ടി ജി സജിത്തിലേക്ക് ഒരിക്കൽ കൂടി. സജിത്ത്, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ മുനമ്പത്തെ ഒരു വിഷയം, അതൊരു മനുഷ്യാവകാശ പ്രശ്നം കൂടിയാണ്. ഇതുതന്നെയാണ് ഈ വഖഫ് ബോർഡ്, വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJP ഒരു പ്രധാനമായും ഒരു ആയുധമാക്കുന്നത്. കാരണം ഈ JPC-യുടെ പരിഗണനയിലുണ്ട് വഖഫില് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ JPC-യുടെ പരിഗണനയിലാണ്. BJP-യുടെ ദേശീയ നേതാക്കൾ അവിടെ എത്തുന്നു, കേന്ദ്ര മന്ത്രിമാർ എത്തുന്നു. ആ രീതിയിൽ ഈ മുനമ്പം വിഷയം ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ BJP ശ്രമം നടത്തുമ്പോൾ തന്നെയാണ് തന്ത്രപരമായ ഒരു സമീപനം മുസ്ലിം ലീഗ് ഇവിടെ സ്വീകരിച്ചത്. അതായത് ഈ വഖഫിന്റെ വിഷയത്തിൽ ഒരു കടുംപിടുത്തം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇത് ദേശീയ തലത്തിലേക്ക് BJP ഒരു രാഷ്ട്രീയ ആയുധമാക്കാം. വഖഫിന് മേൽ പല രീതിയിലുള്ള നിയമക്കുരുക്കുകളും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം മുസ്ലിം ലീഗ് ഇതിൽ അല്പം ഒരു നിലപാടിനൊരു അയവ് വരുത്തിയത്. പക്ഷേ സമസ്ത ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നതോടെ BJP കൂടുതൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ഈ വിഷയം രാഷ്ട്രീയ മുതലെടുപ്പിന് മുതലെടുപ്പെടുക്കാനുള്ള ഒരു സാധ്യതയില്ലേ സജിത്ത്? ടോം, അത് കൃത്യമാണ്. അത്തരമൊരു സാധ്യതയുണ്ട്. കാരണം ഈ മുസ്ലിം ലീഗ് പോലെയുള്ള സംഘടനകൾ ഇതിൽ BJP-യുടെ രാഷ്ട്രീയ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അത്തരം തന്ത്രങ്ങൾക്ക് പിടികൊടുക്കാതെയുള്ള നിലപാടാണ് പൊതുവിൽ സ്വീകരിച്ചത്. ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്നൊരു പശ്ചാത്തലം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നതും മറ്റൊരു സാഹചര്യമാണ്. പക്ഷേ സമസ്തയെ പോലെയുള്ള സംഘടനകൾ അവരാവർത്തിക്കുന്നു ഇത് വഖഫ് ഭൂമിയാണ്. അവരെ സംബന്ധിച്ച് അത്തരം നിലപാടെടുക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം മുനമ്പത്ത് അത്തരമൊരു നിലപാടെടുത്തില്ലെങ്കിൽ മറ്റിടങ്ങളിലും തങ്ങളുടെ വാദങ്ങൾക്ക് നിലനിൽപ്പില്ല എന്നൊരു ഘട്ടം ഉണ്ടാകുമോ എന്ന ഭയപ്പാട് അവർക്കുണ്ട്. അതുകൊണ്ടാണ് സമസ്ത പോലെ ഒരു നിലപാടെടുക്കുന്നത്. ഉമർ ഫൈസി മുക്കം അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ വാക്കുകൾ പറയുന്നത് പോലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മറ്റ് നിലപാടുകൾ ഉണ്ടാവും, പക്ഷേ സമസ്തയ്ക്ക് ഒരു നിലപാടേ ഉള്ളൂ, അത് വഖഫ് ഭൂമി തന്നെയാണ് എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. അതാണ് ഇതിന്റെ സാഹചര്യം. സ്വാഭാവികമായി ടോം സൂചിപ്പിച്ചതുപോലെ BJP-ക്ക് മറ്റും ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ദേശീയ തലത്തിൽ വഖഫ് നിയമ ഭേദഗതി BJP-യുടെ അജണ്ടയാണ്. വരാനിരിക്കുന്ന പാർലമെന്റ് സെഷനിൽ അത് പരിഗണിക്കപ്പെടുന്നതുമാണ്. കേരളത്തിൽ LDF-ഉം UDF-ഉം ഒരുപോലെ ഈ വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുകയാണ്. ദേശീയ തലത്തിൽ തന്നെ വഖഫ് നിയമ ഭേദഗതി എന്തുകൊണ്ട് ആവശ്യമാണ് എന്ന വിഷയത്തിൽ ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഒരു വിഷയമായി BJP-ക്ക് മുനമ്പം വിഷയം മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ വ്യക്തമാണ്. ടി ജി സജിത്താണ് വിവരങ്ങൾ നൽകിയത്. BJP വിഷയത്തിൽ കൂടുതൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നാണ് ടി ജി സജിത്ത് നൽകുന്ന ഒരു വിലയിരുത്തലും അത് തന്നെയാണ്. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സമയം.